വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ പാലക്കാട് പോവാം. ഞാനും ഋത്തിക്കും അച്ഛനും അമ്മയുണ്ട്. ഏട്ടനില്ല, ഏട്ടൻ ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. പിന്നെ ഞങ്ങളെ കൂടെ ഞങ്ങളെ ഫാമിലിയിലുള്ള കുറച്ച് പേരുണ്ട്. സോ നമ്മൾ എന്തിനാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. ഇപ്പം നമുക്ക് പോയാലോ? ഇപ്പം ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. 4 ദിവസം ഇന്നത്തെ പത്രം വയ്ക്കുന്നത്. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിയാനായി. ബട്ട് ഞങ്ങൾക്ക് ലാസ്റ്റാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിച്ച് കഴിയുന്നവരെല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്ത്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഗൈസ്, ഇതാണ് ഞങ്ങളെ വല്യമ്മ, ഇതാണ് പാപ്പി, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഞങ്ങൾ വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്നി. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്കും പാലക്കാട് എത്തി ഗൈസ്. പാലക്കാട് എന്തിനാണ് വന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. പാലക്കാടാണ് ഞങ്ങളെ കുടുംബക്ഷേത്രം. ഇവിടെ എല്ലാ കാർത്തിക വിളക്കിനുമാണ് ഉത്സവം. അപ്പോൾ ഞങ്ങൾ കാർത്തിക വിളക്കിന് വരാറുണ്ട്. ഇവിടെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടാവലുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ ബസ്സിലാണ് വരൽ. ഇപ്രാവശ്യം ആൾക്കാർ കുറവായതുകൊണ്ട് ഞങ്ങൾ ട്രാവലറിലാണ് വന്നത്. പക്ഷേ കുറേ പേരുണ്ടാകുമ്പോൾ നല്ല വൈബാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് പേരുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം അടിപൊളിയാക്കാം. ഇപ്പം എന്തായാലും ഞങ്ങൾ പോകുന്നത് കുളത്തിലേക്കാണ്. ഞങ്ങൾ അമ്പലത്തിൽ വന്നാൽ ഫസ്റ്റ് പോവുക കുളത്തിലേക്കാണ്. ഇവിടെ പോയിട്ട് കൈയും കാലൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ കയറുക. ഇതാണ് കുളത്തിലേക്ക് പോകുന്ന വഴി. കുറച്ചുള്ളോട്ടാണ്, ഒരു കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് കുളം. ഇനി എല്ലാവരും കൈയും കാലൊക്കെ കഴുകിയിട്ട് വേണം ഞങ്ങൾ തിരിച്ചു പോകാൻ അമ്പലത്തിലേക്ക്. സോ നമുക്ക് കൈയും കാലൊക്കെ കഴുകാം. ഇനി ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ കയറാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ദേവിക്കുള്ള മാല കോർക്കുന്ന പരിപാടിയിലാണ്. അമ്പലത്തിൻ്റെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഈ മരം നിൽക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ട് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇങ്ങനെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇനി വേറെ എവിടെയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളെന്തായാലും അമ്പലത്തിൽ തൊഴുത് വഴിപാടൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ചിന്നേച്ചി ഞങ്ങളെ കൂടെ ഇല്ലായിരുന്നു. ചിന്നേച്ചി ഇപ്പോഴാണ് വരുന്നത്. ഗൈസ്, ഇതാണ് ചിന്നേച്ചി. ചിന്നേച്ചി അമ്പലത്തിലേക്ക് ഇപ്പോൾ തൊഴാൻ പോകുന്നുള്ളൂ.
സോ ഗൈസ് ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം മാറ്റിയിട്ട് നമുക്ക് താലപ്പൊലി എടുക്കാണ്ട്. സോ അപ്പം അമ്പലത്തിലേക്ക് പോകണം. ഇപ്പം പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പം നമ്മളെങ്ങോട്ടാ പോകണം? നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ വെക്കാൻ ഒരു വീട്ടിലേക്ക് പോവാണ്. നമ്മളിവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഇനി താലപ്പൊലിക്ക് മാറ്റാനൊക്കെ പോവുക. അപ്പോൾ ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പോവാം. പൊന്നേച്ചേ ആ അച്ഛനുള്ളപ്പോഴാണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ മരിച്ചു പോയി. ഫോട്ടോ എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് കാണിക്കുമ്പോ ആൾക്കാര് കളിയാക്കട്ടെ ഇല്ല. ചോറ് കഴിച്ചോ? കഴിച്ചോ? ഞാൻ ആദ്യം തന്നെ ഇരുന്നു. ഫുഡൊക്കെ കഴിച്ചത് അവിടെ വർത്താനം പറഞ്ഞിരിക്കുക. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അമ്മമാരെല്ലാവരും ഫോട്ടോ എടുക്കണ പരിപാടിയിലാണ്. ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി എല്ലാവരും താലെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ വീട്ടിലൊരു വാവ ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ കുറച്ച് നേരം വാവൻ്റെ കൂടെ കളിച്ചു. ഹായ് പറ. ചോറുണ്ടോ? ശരി പിന്നെ വിളിക്കട്ടോ. ഞങ്ങളെല്ലാവരും മാറ്റി കഴിഞ്ഞ് ഗൈസ്. പിന്നെ ചെറുതായിട്ട് റീൽസും എടുത്തു. ഞങ്ങളെല്ലാരും പാലെടുക്കാൻ പോവാണ്. മീനുട്ടിയെ മീനുട്ടിയെ നമ്മൾ വന്ന അമ്പലത്തിൽ നിന്ന് വേറൊരു അമ്പലത്തിലേക്ക് താലപ്പൊലി എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാണ്ട്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ നല്ല സ്പീഡിൽ നടക്കും. ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും. ഒരു 7 മണി സംതിങ് ഒക്കെ ആവും തിരിച്ചു വരുമ്പോൾ. സോ ഗൈസ് ഞങ്ങൾ
അമ്പലത്തിലെത്തി. ഇനി ഇവിടെ നിന്നാണ് ചിരാത് കത്തിച്ച് തിരിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് തന്നെ പോവുക. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് അമ്പലത്തിലേക്ക് എത്തുമ്പോൾ ഒരു 6:30 ഒക്കെ ആവും. അപ്പോൾ അമ്പലം കാണാൻ നല്ല ഭംഗിയാണ്. കാരണം ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ദീപമൊക്കെ കൊളുത്തി വിളക്കൊക്കെ കത്തിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നൈറ്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് ചിരാത് കത്തിച്ചിട്ട് ഞങ്ങളിപ്പോൾ പോകാൻ പോവാണ്. ഈ അമ്മൂമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം തരാണ് ഗൈസ്. ഹലോ, എവിടെയാള്? ഉണ്ട്. ഇപ്പൊ എന്താക്കാ തിന്ന് ടേസ്റ്റ് ഉണ്ടോ? സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നതാണ്. ഇനി തിരിച്ച് പോവാണ്. താലപ്പൊലിയൊക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെ അമ്പലത്തിൽ വേറെ ഡാൻസും വേറെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. കാരണം ലേറ്റ് ആവും വീട്ടിലെത്താം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പോവാണ്. മുഖം കണ്ടു മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ, മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ, മല്ലീശ്വരന്റെ പൂവമ്പ് കൊണ്ടു, മല്ലീശ്വരന്റെ പൂവമ്പ് കൊണ്ടു, ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ഒരു വല്ലം പൊന്നും പൂവും കരിനീലച്ചാലും കണികാണാക്കുന്നിൽ നിന്നും തിരുവോടിപ്പാറും ആലിലക്കുന്നിലയാനിരി നീലക്കൊടുവേലി കൊണ്ടൊരു കൂടൊരു മാനത്തെ മായിച്ചില്ലയെന്ന് തമ്മിൽ പുണർന്നാടുവാനൊരു തിളതിളങ്ങുന്നൊരിളതിലാവിന്റെ കസം കുടിക്കാം. പിന്നെ ഗൈസ് വരുമ്പോൾ ഗാനമേളയായിരുന്നു. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് എല്ലാവരും അടിപൊളിയായിരുന്നു. വീട്ടിലെത്തിയത് ശരിക്കും ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ കുറേ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല ഗൈസ്. കാരണം നൈറ്റ് ആയപ്പോഴേക്ക് ഫോണിലെ ചാർജൊക്കെ തീർന്നു. അതുകൊണ്ട് കുറേ വീഡിയോ ഞങ്ങൾക്ക് മിസ്സായി.
സോ ഗൈസ് ഞങ്ങളെല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.